കുടുംബസന്തുഷ്ടിയുടെ താക്കോൽ എന്താണ്? നിങ്ങളുടെ അഭിപ്രായത്തിൽ സ്നേഹം, പണം, മറ്റെന്തെങ്കിലും? തിരുവെഴുത്ത് പറയുന്നത് ദൈവത്തിന്റെ വചനം കേട്ടനുസരിക്കുന്നവരാണ് അനുഗ്രഹീതർ. ലൂക്കോസ് 11:28. ഇങ്ങനെ വായിക്കുന്നു: അപ്പോൾ യേശു, അല്ല, ദൈവത്തിന്റെ വചനം കേട്ടനുസരിക്കുന്നവരാണ് അനുഗ്രഹീതർ എന്ന് പറഞ്ഞു. ഇതു വിശ്വസിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം കുടുംബാംഗങ്ങളുടെ സ്നേഹം അനുഭവിച്ചറിയാം. എഫെസ്യർ 5:28-29. ഇങ്ങനെ വായിക്കുന്നു: അങ്ങനെ തന്നെ ഭർത്താക്കന്മാരും ഭാര്യമാരെ സ്വന്തം ശരീരത്തെപ്പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ സ്നേഹിക്കുന്നു. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുത്തിട്ടില്ലെന്നോ? ക്രിസ്തു സഭയുടെ കാര്യത്തിൽ ചെയ്യുന്നതുപോലെ വാത്സല്യത്തോടെ അതിനെ പരിപോഷിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? ബഹുമാനം നേടിയെടുക്കാം. എഫെസ്യർ 5:33. ഇങ്ങനെ വായിക്കുന്നു: എങ്കിലും നിങ്ങൾ ഓരോരുത്തരും ഭാര്യയെ തന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. അതേസമയം ഭാര്യ ഭർത്താവിനെ ആഴമായി ബഹുമാനിക്കുകയും വേണം. സുരക്ഷിതത്വം ആസ്വദിക്കാം. മർക്കോസ് 10:6-9 വരെ. ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും പിരിയുകയും അവർ രണ്ടുപേരും ഒരു ശരീരമാകുകയും ചെയ്യും. അവർ പിന്നെ രണ്ടല്ല, ഒരു ശരീരമാണ്. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ ഒരു മനുഷ്യനും വേർപെടുത്താതിരിക്കട്ടെ. തിരുവെഴുത്ത് പറയുന്നത് വിശ്വസിക്കാമോ? തീർച്ചയായും വിശ്വസിക്കാം. കുറഞ്ഞത് 2 കാരണങ്ങളാൽ. ദൈവമാണ് കുടുംബത്തിന്റെ രൂപസംവിധായകൻ. സൃഷ്ടാവായ യഹോവയാണ് എല്ലാ കുടുംബങ്ങൾക്കും പേര് വരാൻ കാരണമായവൻ. എഫെസ്യർ 3:14-15. ഇങ്ങനെ വായിക്കുന്നു: ഈ കാരണത്താൽ ഞാൻ പിതാവിന്റെ സന്നിധിയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ കുടുംബങ്ങൾക്കും പേര് വരാൻ കാരണമായവന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, യഹോവ രൂപകൽപ്പന ചെയ്തതുകൊണ്ടാണ് കുടുംബങ്ങൾ നിലവിൽ വന്നത്. ഇത് നമ്മളെ എങ്ങനെ സ്വാധീനിക്കണം? ഇത് ചിന്തിച്ചു നോക്കൂ. രുചികരമായൊരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിലെ ചേരുവ അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആരോട് ചോദിക്കും? അതുണ്ടാക്കിയ വ്യക്തിയോട്. അതുപോലെ സന്തോഷം നിറഞ്ഞ കുടുംബജീവിതത്തിന്റെ ചേരുവയറിയാൻ കുടുംബം എന്ന ക്രമീകരണത്തിന് രൂപം കൊടുത്ത യഹോവയിലേക്കല്ലേ തിരിയേണ്ടത്? ഉൽപ്പത്തി 2:18-24 വരെ. ഇങ്ങനെ വായിക്കുന്നു: പിന്നെ ദൈവമായ യഹോവ ഇങ്ങനെ പറഞ്ഞു, മനുഷ്യൻ ഏകനായി കഴിയുന്നത് നല്ലതല്ല. ഞാൻ അവന് പൂരകമായൊരു സഹായിയെ ഉണ്ടാക്കിക്കൊടുക്കും. യഹോവ ഭൂമിയിലെ എല്ലാ വന്യമൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവുകളെയും നിലത്തുനിന്ന് നിർമ്മിച്ചിട്ട് അവയെ ഓരോന്നിനെയും മനുഷ്യൻ എന്ത് വിളിക്കുമെന്നറിയാൻ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. ഓരോ ജീവിയെയും മനുഷ്യൻ എന്ത് വിളിച്ചോ അത് അതിന് പേരായി തീർന്നു. അങ്ങനെ മനുഷ്യൻ എല്ലാ വളർത്തുമൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവുകൾക്കും എല്ലാ വന്യമൃഗങ്ങൾക്കും പേരിട്ടു. എന്നാൽ മനുഷ്യന് യോജിച്ചൊരു തുണയെ കണ്ടില്ല. അതുകൊണ്ട് യഹോവ മനുഷ്യന് ഒരു ഗാഠനിദ്ര വരുത്തി. അവൻ ഉറങ്ങുമ്പോൾ അവന്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത ശേഷം അവിടുത്തെ മുറിവടച്ചു. പിന്നെ യഹോവ മനുഷ്യനിൽ നിന്നെടുത്ത വാരിയെല്ലുകൊണ്ട് ഒരു സ്ത്രീയെ ഉണ്ടാക്കി അവളെ മനുഷ്യന്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ പറഞ്ഞു, ഒടുവിലിതാ എന്റെ അസ്ഥിൻ അസ്ഥിയും മാംസത്തിൻ മാംസവും, നരനിൽ നിന്നെടുത്ത ഒരു വിളിപ്പുണ്ണാരി എന്ന് പേരാകും. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുകയും അവർ രണ്ടുപേരും ഒരു ശരീരമാകുകയും ചെയ്യും. ദൈവം നിങ്ങളെക്കുറിച്ച് ചിന്തയുള്ളവനാണ്. യഹോവ തന്റെ വചനത്തിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നതാണ് കുടുംബങ്ങൾക്ക് നല്ലത്. എന്തുകൊണ്ട്? കാരണം ദൈവം നിങ്ങളെക്കുറിച്ച് ചിന്തയുള്ളവനാണ്. 1 പത്രോസ് 5:6-7 വരെ. ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് ദൈവം തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തണമെങ്കിൽ ദൈവത്തിന്റെ കരുത്തുള്ള കൈയുടെ കീഴിൽ താഴ്മയോടെ ഇരിക്കുക. ദൈവം നിങ്ങളെക്കുറിച്ച് ചിന്തയുള്ളവനായതുകൊണ്ട് നിങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളും ദൈവത്തിന്റെ മേലിടുക. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് വന്നു കാണാൻ യഹോവ ആഗ്രഹിക്കുന്നു. മാത്രമല്ല ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ എപ്പോഴും നന്മ കൈവരുത്തും. സുഭാഷിതങ്ങൾ 3:5-6 വരെ. ഇങ്ങനെ വായിക്കുന്നു: പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കരുത്. എന്തു ചെയ്യുമ്പോഴും ദൈവത്തെ ഓർത്തുകൊള്ളുക. അപ്പോൾ ദൈവം നിന്റെ വഴികൾ നേരെയാക്കും. യെശയ്യ 48:17-18. ഇങ്ങനെ വായിക്കുന്നു: ഇസ്രയേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ പറയുന്നു, നിന്റെ പ്രയോജനത്തിനായി നിന്നെ പഠിപ്പിക്കുകയും പോകേണ്ട വഴിയിലൂടെ നിന്നെ നടത്തുകയും ചെയ്യുന്ന യഹോവ എന്ന ഞാനാണ് നിന്റെ ദൈവം. 18. നീ എന്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരിക്കും. അപ്പോൾ നിന്റെ സമാധാനം നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തിരമാലകൾ പോലെയും ആയിത്തീരുന്നേനെ. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു നല്ല ഭർത്താവോ ഭാര്യയോ അച്ഛനോ അമ്മയോ ആവുക എങ്ങനെ കഴിയും? എഫെസ്യർ 5:1-2, കൊലോസ്യർ 3:18-19 എന്നീ വാക്യങ്ങളിൽ കുടുംബ ക്രമീകരണത്തിന് രൂപം നൽകിയ വ്യക്തി ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നു.